നിയമസഭയ്ക്കകത്ത് സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഇന്നും വാക്പോരുണ്ടായി. ആ വാക്പോര് ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ചായിരുന്നു. അതായത് ഇന്നലെ ബാനർ കെട്ടിയ കമ്പ്, തനിക്കെതിരെ ബാനർ കെട്ടി തൻ്റെ കാഴ്ച മറച്ച ആ ബാനർ കെട്ടാൻ ഉപയോഗിച്ച കമ്പ് ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ വാച്ചർമാരെ തല്ലി എന്നുള്ള കാര്യമാണ് സ്പീക്കർ സൂചിപ്പിച്ചത്. തല്ലിയ ആളുടെ പേര് തന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നും സ്പീക്കർ പറയുകയുണ്ടായി. ഇതൊക്കെ തെറ്റായിട്ടുള്ള രീതിയിലുള്ള വ്യാഖ്യാനമാണെന്നും ആ വ്യാഖ്യാനം വേണ്ട എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. അങ്ങ് ഒരിക്കൽ കൂടി ചെയർ റിക്വസ്റ്റ് ചെയ്യുന്നത് ഹൗസ് ഡിസ്ട്രപ്റ്റ് ചെയ്യരുത്. ഡിബേറ്റിന്റെ വേദിയാണ് ഹൗസ്, അതിനുള്ള വേദി ഒരുക്കണം എന്നാണ് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അങ്ങ് പറഞ്ഞാൽ പേര് പറയാം, അത് പേര് പറഞ്ഞാൽ അംഗത്തിനൂടി മോശമാണെന്നുള്ളതുകൊണ്ടാണ് ചെയർ പരാമർശിക്കാത്തത്. ഇന്നലെ ആ ബാനർ കെട്ടിയ ആ കമ്പ് കൊണ്ട് തല്ലിയിട്ടുണ്ട്. ഞാൻ ആളെ പേര് പറയുന്നില്ല. ആള് പേര് പറഞ്ഞാൽ അത് ആ ബഹുമാനപ്പെട്ട അംഗത്തിന് ക്ഷീണമാവും, അതുകൊണ്ട് പേര് പറയുന്നില്ല. എന്നെ കൊണ്ട് ഇനി പറഞ്ഞേ അടിയിക്കുന്നുള്ള വാശിയിട്ട് നിർബന്ധിതമാണ്. സർ, അങ്ങ് വിലക്കും, അങ്ങ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും വാച്ച് ആൻഡ് വാർഡ് അത് ചെയ്തു. അങ്ങ് വിലക്കുന്നത് പരസ്യമായിട്ട് അങ്ങ് അവരെ വിലക്കി ചെയ്യരുതെന്ന് പറഞ്ഞു. ചെയർ പറയുന്നതനുസരിച്ച് പെരുമാറിയിട്ടുണ്ട്. അത് കൂടുതൽ ബഹുമാനപ്പെട്ട പല അംഗങ്ങളും അവരുടെ മേക്കിട്ട് കയറി സംഘർഷത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് വിഡ്രോ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ വിഡ്രോ ചെയ്യാൻ പറഞ്ഞു, അല്ലാതെ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും അതിനർത്ഥം വാച്ച് ആൻഡ് വാർഡ് ഒരു ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വാച്ച് ആൻഡ് വാർഡിനെ ഡെലിബറേറ്റ് ആയി പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയർ ഇടപെട്ടിട്ടുണ്ട്. ബോധപൂർവം ചെയറിന് വാച്ച് ആൻഡ് വാർഡിനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയർ ഇടപെട്ടിട്ടുണ്ട്. യെസ്, ബഹുമാനപ്പെട്ട സാർ, ആ ഡയസിൽ കയറിലേക്ക് ശ്രമിച്ചു എന്നല്ല, കയറി കഴിഞ്ഞു. യെസ്.